ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമനേയുടെ വിലാപയാത്രയിൽ വൻ ദുരന്ത സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. തിക്കിലും തിരക്കിലും പെട്ടും കൊടും ചൂടേറ്റും 1500 മുതൽ 3000 ആളുകൾ വരെ മരിച്ചേക്കാമെന്ന് കണക്കുകൂട്ടൽ. ടെഹ്റാനിലെ ശ്മശാനത്തിൽ ആയിരക്കണക്കിന് അധിക ശവക്കുഴികൾ മുൻകൂട്ടി വെട്ടിയ അധികൃതർ. 2020 സുലൈമാനിയുടെ ശവസംസ്കാര ചടങ്ങിലെ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ വൻ മുൻകരുതലെന്ന് രഹസ്യരേഖ ചോർന്നിരിക്കുന്നു. ഇറാനെ പതിറ്റാണ്ടുകളായി നയിച്ചിരുന്ന പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയ്ക്കിടെ വൻ ജനക്കൂട്ട ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ ഇറാൻ ഭരണകൂടം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിലാപയാത്രയിലും ശവസംസ്കാര ചടങ്ങുകളിലും തിക്കിലും തിരക്കിലും പെട്ടോ അല്ലെങ്കിൽ നിലവിലുള്ള കടുത്ത ചൂട് കാരണമോ 1500 മുതൽ 3000 വരെ ആളുകൾ മരണപ്പെട്ടേക്കാമെന്നാണ് ഇറാൻ അധികൃതർ തന്നെ കണക്കുകൂട്ടുന്നത്. ജർമ്മൻ പത്രമായ വെൽറ്റ് പുറത്തുവിട്ട ഇറാന്റെ അതീവ രഹസ്യരേഖകളിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളുള്ളത്. വരാൻ പോകുന്ന വൻ ദുരന്തം നേരിടാൻ ഇറാനിയൻ റെഡ് ക്രസന്റും നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് ഓർഗനൈസേഷനും ചേർന്ന് തയ്യാറാക്കിയ അതീവ രഹസ്യമായ അടിയന്തര ദുരന്ത നിവാരണ പദ്ധതി ഇറാന്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ ആരിഫിന് കൈമാറിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ജനലക്ഷങ്ങൾ തടിച്ചുകൂടുന്ന ചടങ്ങിൽ വൻതോതിലുള്ള തിക്കും തിരക്കും ഉണ്ടാകുമെന്നും ഇത് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്നും അധികൃതർ ഭയപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം പ്രതിരോധിക്കാനുള്ള വൻ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇറാനിന്റെ അണിയറയിൽ നടക്കുന്നത്. വൻതോതിലുള്ള മരണങ്ങൾ സംഭവിച്ചാൽ അത് കൈകാര്യം ചെയ്യുന്നതിനായി ടെഹ്റാനിലെ പ്രശസ്തമായ ബെഷത് ഇ സഹ്റ ശ്മശാനത്തിൽ ആയിരക്കണക്കിന് അധിക ശവക്കുഴികൾ ഇതിനോടകം തന്നെ വെട്ടി തയ്യാറാക്കി കഴിഞ്ഞതായി ടെഹ്റാൻ മുനിസിപ്പാലിറ്റിയിലെ ഒരു ജീവനക്കാരനെ ഉദ്ധരിച്ച ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. 3000-ഓളം പേർ മരിച്ചാലും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ തക്കവണ്ണമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. വൻ ജനക്കൂട്ടവും നിലവിലെ കഠിനമായ ചൂടും ഒത്തുചേരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലെന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത്. പെട്ടെന്നൊരു വലിയ ദുരന്തമുണ്ടായാൽ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കാണാതാകുന്നവരെ കണ്ടെത്തുന്നതിനുമായി പ്രത്യേക ഏകോപന സമിതിയെയും ഇറാൻ നിയോഗിച്ചിട്ടുണ്ട്. വിലാപയാത്രയിലുടനീളം മെഡിക്കൽ സംഘങ്ങളെയും അടിയന്തര രക്ഷാപ്രവർത്തകരെയും വിന്യസിക്കാൻ പദ്ധതിയുണ്ട്. 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവായി ഭരണം നടത്തിയിരുന്ന അലി ഖമേനി കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിൽ നടന്ന ഈ ആക്രമണത്തിൽ ഖമേനിക്കൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മറ്റ് നിരവധി ഉയർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു. 86-ാമത്തെ വയസ്സിലായിരുന്നു ഖമേനിയുടെ അന്ത്യം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ ചടങ്ങുകളോടെയാണ് അദ്ദേഹത്തിന്റെ വിലാപയാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. ഖമേനിയുടെ ഭൗതിക ശരീരം അടങ്ങിയ പെട്ടി ആദ്യത്തെ 3 ദിവസങ്ങളിൽ തലസ്ഥാനമായ ടെഹ്റാനിൽ തന്നെയാണ് പൊതുദർശനത്തിന് വെക്കുന്നത്. അതിനുശേഷം ചൊവ്വാഴ്ചയോടെ വിശുദ്ധ നഗരമായ ഖോമിലേക്ക് കൊണ്ടുപോകും. തൊട്ടടുത്ത ദിവസമായ ബുധനാഴ്ച അയൽരാജ്യമായ ഇറാഖിലും വിലാപയാത്ര നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. തുടർന്ന് വ്യാഴാഴ്ച വടക്കു കിഴക്കൻ ഇറാനിൽ അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷ്ഹദിൽ വെച്ചായിരിക്കും ഖമേനിയുടെ ഖബറടക്കം. ഇസ്രായേൽ ആക്രമണത്തിൽ ഖമേനിക്കൊപ്പം കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനിയുടെ ഭാര്യ, കൂടാതെ ഖമേനിയുടെ കൊച്ചുമകളായ സഹ്റ മുഹമ്മദി ഗൊൽപൈഗാനി എന്ന പിഞ്ചുകുഞ്ഞ് എന്നിവരെയും ഖമേനിക്കൊപ്പം തന്നെയാണ് മഷ്ഹദിൽ ഖബറടക്കുന്നത്.